ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ് എഗ് റോസ്റ്റ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഏകദേശം ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു കിട്ടില്ല, ഇതേപോലെ കിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു 3-4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഈ നേരത്തെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പെരിഞ്ജീരകവും കൂടെ ഒന്നിട്ട് മൂപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ 2 ചെറിയ ഏകദേശം ഒരു മീഡിയം സൈസായ സവാള അരിഞ്ഞു വെച്ചതാണ്. അത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വേഗം വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്നും നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കരുത്. ക്ഷമയോടുകൂടി നന്നായി വഴറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ എഗ് റോസ്റ്റിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പം നമുക്കൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായി ബ്രൗൺ കളർ ആവുന്നോടെ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നന്നായി ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എരിവിന് വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ട് ഈ ഉള്ളീൻ്റെ കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് പൊടികൾ ഇട്ട് കൊടുക്കരുത്. എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇട്ടാൽ അതിനൊരു ടേസ്റ്റ് വരില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയല്ല. അപ്പോൾ നന്നായിട്ട് ഈ ഉള്ളീൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ തക്കാളി വേവുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊന്ന് പൊളിച്ച് വെക്കുക. അത് പുഴുങ്ങി വെച്ചതാണ്. അപ്പോൾ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഈ മുട്ടയിലൊക്കെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. കാരണം മസാലയൊക്കെ ഒന്ന് ഇറങ്ങാനാണ്. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ ചെയ്തത് മസാല ദോശയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായി തക്കാളിയൊക്കെ ഉടയുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകരുത്. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം.
ദാ ഈ ഒരു പാകം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മുട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യണം. മസാലയൊക്കെ മുട്ടയിലേക്കൊന്ന് നന്നായി പിടിക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എഗ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും ഇടണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.